കാറ്റ് തിരിച്ചു വീശും എന്നതിൽ മാറ്റമില്ല. മണ്ണും ചാരി നിൽക്കുന്നവൻ പെണ്ണും കൊണ്ട് പോയെന്ന് പറയുന്നത് പോലെ ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചവർ പലരും ഉണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ 32 വർഷമായിട്ട് സജീവമായി നിൽക്കുന്നവരല്ലേ ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തിൽ വരാൻ പറ്റുന്നവർ കൊട്ടാരക്കരയിൽ കാലിബറുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരും ഉണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ അംഗീകരിച്ചു. കൊടിക്കുന്ന് സുരേഷിന് ഇതൊരു ഭീഷണിയല്ല. കാട്ടി ഒരു സിംഹയെ കാണുക. അത് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എല്ലായിടത്തും സിംഹങ്ങളാണ്. മനസ്സിലായോ? കാട്ടിൽ സിംഹങ്ങളുണ്ട്, പക്ഷേ അതിൽ ഒരു തലതൊട്ടപ്പം കാണും എന്നുള്ളത്. അത്തരത്തിൽ മാത്രം കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പൊ ഐഷാപോറ്റി വന്നു, MLA ആയാലും മന്ത്രി ആയാലും ഒക്കെ കൊടിക്കുന്നിൽ സുരേഷിന്റെ വ്യക്തിപ്രഭാവമോ കൊടിക്കുന്നിൽ സുരേഷിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാന്യതയ്ക്കോ ഒരു കുറവ് വരില്ല. അഡ്വക്കേറ്റ് നെൽസ, യെസ്, കോൺഗ്രസിലേക്ക് ഐഷാപോറ്റി വന്നിരിക്കുന്നു. കോൺഗ്രസ്സുകാർക്കെല്ലാം വളരെ ഒരു ഓണത്തിന്റെ പ്രതീതിയാണ്, ഇപ്പൊ ഒരു ആഘോഷത്തിന്റെ പ്രതീതിയാണ് കൊട്ടാരക്കരക്കാർക്ക്. അതെ, ഒരു ഉത്സവ. എന്താണ് പിന്നെ നെൽസൺ ഇതിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് ഐഷാപോറ്റി വന്നത് കേരളത്തിലെ ഓരോ കോൺഗ്രസ്സുകാരും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇരട്ടി സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ്സിന് ഒരു ലോകസഭാ മണ്ഡലമുണ്ട്. കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട് മാവേലിക്കര ലോകസഭ കോൺഗ്രസിൻ്റെയാണ്. എന്നാൽ നിയമസഭയിൽ ഞങ്ങൾ ഭൂരിപക്ഷം നേടുമെങ്കിലും, ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ ഞങ്ങൾ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ല, ആർ ബാലകൃഷ്ണപിള്ള സാർ പോയതിനു ശേഷം. എന്നാൽ ഇത് കോൺഗ്രസിൽ വന്ന് ചേരുകയുണ്ടായത്. ഐഷാപോറ്റി കോൺഗ്രസ് കാര്യമായതാണ്, ഇതൊരു UDF ഭാഗമല്ല. വന്ന് ചേർന്നയാണോ? വന്ന് ചേർന്നതാ. ഇപ്പൊ കൈപ്പത്തിയിൽ അവർ മത്സരിക്കാൻ പോകുന്നത്. കോൺഗ്രസ് കൈപ്പത്തിയിൽ മത്സരിച്ച് ഒരു MLA, ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിനെതിരെ നല്ല ഒരു പ്രവർത്തനം നടത്തി വിജയിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതിന് ഇരട്ടി മധുരമുണ്ട്. ഐഷാപോറ്റിയെ സംബന്ധിച്ചിടത്തോളം അതികായകരായ 2 ഇടതു മന്ത്രിമാരെ, ആർ ബാലകൃഷ്ണപിള്ള സാറിനെ തോൽപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ KN ബാലഗോപാലിനെ തോൽപ്പിക്കുന്നു എന്ന ഒരു ചരിത്ര മുഹൂർത്തവും നടക്കാൻ പോകും. ഈ തോൽപ്പിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണോ? ഇത് ശുഭാപ്തി വിശ്വാസമാണല്ലോ എല്ലാവർക്കും വേണ്ടത്. ഒരു പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ ആദ്യം ശുഭാപ്തി വിശ്വാസം വേണം. അത് ഞങ്ങൾക്ക് കൃത്യമായി ഉണ്ട്. പിന്നെ ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ് വോട്ട് പ്ലസ് ഐഷാപോറ്റി വോട്ട്. അതുകൊണ്ടാണ് ചേച്ചി ഞങ്ങളെ ചതിച്ചു, വലിയേച്ചി ചതിച്ചു എന്നും വർഗവഞ്ചകി എന്നൊക്കെ അദ്ദേഹത്തെ അവരെ മേഴ്സിക്കുട്ടി അമ്മയും അതോടൊപ്പം തന്നെ KN ബാലഗോപാലും ഒക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ രാഷ്ട്രീയപരമായി പഠനം നടത്തുന്നവരാ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, കോൺഗ്രസിലേക്ക് ഒരു വോട്ടിൻ്റെ ഒഴുക്കുണ്ടെന്നുള്ളത് പൊതുവെ അവർ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഓരോ സ്ഥാനാർത്ഥി ബേസ്ഡ് ആയിട്ട് വ്യക്തിപരമായിട്ട് അവർക്ക് ജയിച്ചു വരാമെന്ന് ചിന്തിച്ചിരിക്കുന്നിടത്തൊക്കെ ഐഷാപോറ്റിയെ പോലെയുള്ളവർ സമൂഹത്തിൽ വ്യക്തിപരമായി, അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ നിന്നുള്ളവർ ഒക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ അവരോടൊപ്പം പോകാൻ അനേകം കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ട് എന്നവർ, അതായത് അടിസ്ഥാന വർഗത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഉണ്ടെന്ന് തിരിച്ചറിവിൻ്റെ പാതയിലാണ് അവരെ മാത്രം വർഗവഞ്ചകി എന്ന് വിളിച്ചത്. ഈ LDFിൽ നിന്ന് വോട്ടുകൾ വാങ്ങിച്ച് ജയിച്ച ഒരു MLA ആണ് ഐഷാപോറ്റി. അതെ, അന്നേരം അതെ, ആ ഒരു വോട്ട് കോൺഗ്രസിൽ ഞാൻ പറയുന്ന 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഐഷാപോറ്റി കൊട്ടാരക്കരയിൽ ജയിച്ചത് ഒരിക്കലും അത് CPMന്റെ വോട്ട് കൊണ്ട് മാത്രമല്ല, മറിച്ച് അവിടെ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തില്ലേലും ഇവിടെ ഒരു കോമൺ പാറ്റേൺ ഉള്ള വോട്ടിംഗ് ഉണ്ട്. ഒരു 10-15% വോട്ട് ഒരു സ്വിങ് ഔട്ടുണ്ട്. അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോകാം എന്ന ലെവലിൽ നിൽക്കുന്നത്. അതായത് നിലപാടിനൊപ്പം അവർ ആ ഇലക്ഷന്റെ സമയമാകുമ്പോഴത്തേക്ക് എടുക്കുന്ന തീരുമാനം. അങ്ങനെ അത്തരത്തിലുള്ള ആളുകളുടെ വോട്ടെല്ലാം കിട്ടിയത് നിഷ്പക്ഷ വോട്ടുകൾ കിട്ടിയത് അദ്ദേഹത്തിന്. അതാണ് അദ്ദേഹം അത്രയും വലിയ ഭൂരിപക്ഷം നേടാൻ കാരണമായത്. അപ്പോൾ കോൺഗ്രസ് പ്ലസ് നിഷ്പക്ഷ വോട്ടുകൾ പ്ലസ് കമ്മ്യൂണിസ്റ്റ് വോട്ടുകൂടെ വരുമ്പോൾ ഉറപ്പായിട്ടും ഐഷാപോറ്റി ജയിക്കുമെന്ന്. ഈ കമ്മ്യൂണിസ്റ്റിന്റെ വോട്ട് കിട്ടുമെന്നാണോ പറയുന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ വർഗം എന്ന് പറഞ്ഞ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാർസിസത്തിലുള്ളൊരു സംഭവമുണ്ട്. അതാണ് അവിടെ ആ വർഗവഞ്ചകർ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു അടിസ്ഥാന വർഗം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. കശുവണ്ടി തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, ഇവരൊക്കെയാണല്ലോ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലേക്ക്, അവർക്ക് വേണ്ടിയാണല്ലോ ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം വേരൂന്ന്. ഇന്നത്തെ ആൾക്കാർ ഇങ്ങനെ വന്നെന്നുണ്ട്, ഈ അടിസ്ഥാന വർഗം എന്ന് കമ്മ്യൂണിസത്തിൽ നിന്ന് മാറുന്നു, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ലെന്ന്. ആ അടിസ്ഥാന വർഗത്തുമായി ചേർന്ന് നിന്ന വ്യക്തിയാണ് ഐഷാപോറ്റി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് ആ വോട്ട് സ്റ്റേബിളാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട്.
അവരുടെ മനസ്സിൽ ഒരു ഇളക്കം തട്ടുന്നുണ്ട്. അത് ഈ ബാധകമായി മാറുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ കൊട്ടാരക്കര മാത്രമല്ല. ഈ കൊല്ലം ജില്ല എന്ന് പറയുന്നത് കയർ വ്യവസായത്തിന്റെ നാടാണ്, കശുവണ്ടി വ്യവസായത്തിന്റെ നാടാണ്, ഇവിടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നാടാണ്, സാധാരണ ജനങ്ങളുടെ നാടാണ്. അപ്പോൾ ആലപ്പുഴയുടെ ആ കാറ്റ് കൊല്ലം ജില്ലയ്ക്കുമുണ്ട്. കമ്മ്യൂണിസത്തിന്റെ ഒരു കാറ്റ്. കമ്മ്യൂണിസം മാത്രം നിന്ന് കഴിഞ്ഞ പ്രാവശ്യം അത്രയ്ക്ക് കോട്ട പിടിച്ചുകൊണ്ട് പോയവരാ അവര്. അപ്പൊ അതിൽ നിന്ന് ആ അടിസ്ഥാന വർഗത്തിൽ കാറ്റ് തിരിച്ചു വീശും എന്നതിൽ മാറ്റമില്ല. ഐഷ പോറ്റി VS-നോട് ചേർന്ന് നിന്നതും അതുകൊണ്ടാണ്, ഒരു അടിസ്ഥാന വർഗത്തിന്റെ സപ്പോർട്ട്. അതുകൊണ്ടല്ലേ ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ പേരൊക്കെ ഒരിക്കൽ ഓരോരുത്തർ വാക്കുകളിൽ പറഞ്ഞു. ഐഷ പോറ്റി നടത്തിയ ഡെവലപ്മെന്റ്സ് ഞാൻ യഥാർത്ഥത്തിൽ ആ ഫയലുകൾ 2-3 അവിടെ ഇരിപ്പുണ്ട്. ഐഷ പോറ്റിയെ ഖണ്ഡിക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്തു വെച്ചിരുന്നത്. കഴിഞ്ഞ കാലഘട്ടം വരെ ഐഷ പോറ്റി 3 പ്രാവശ്യം കൊട്ടാരക്കരയുടെ MLA ആയിരുന്ന ഐഷ പോറ്റിക്കെതിരെ സംസാരിക്കാൻ ഞങ്ങൾ എടുത്തു വച്ചിരുന്ന സാധനങ്ങൾ, ഉമ്മൻചാണ്ടി കാലഘട്ടത്തിൽ എന്ത് ചെയ്തു എന്നുള്ള ബാലഗോപാൽ മിനിസ്റ്ററുടെ ചോദ്യം യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് ഇരുന്ന് തപ്പിപ്പിടിച്ച് എഴുതി വെക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുമായിരിക്കുന്ന കാലഘട്ടത്തിൽ പണിപൂർത്തീകരിച്ച നിരവധി വികസന പരിപാടികൾ കൊട്ടാരക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. അന്നേരമുള്ളതാണ് സ്കിൽ പാർക്കിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത്. അന്നുണ്ടായതാണ് കോടതി സമുച്ചയത്തിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ 2009 തീർത്ത് എന്ന് പറഞ്ഞാൽ പെയിന്റ് അടിച്ച് തീർത്തു എന്നുണ്ടായാലും ചില കാര്യങ്ങളൊക്കെ പിന്നെയും കംപ്ലീഷൻസ്, കൊട്ടാരക്കര ഹോസ്പിറ്റലുമായി വന്നത്, ട്രോമ കെയർ യൂണിറ്റുമായി വന്നത്, കൊട്ടാരക്കര സിവിൽ സ്റ്റേഷൻ വന്നത്, സിവിൽ സ്റ്റേഷന് VS കല്ലിട്ടിട്ട് പോയതേ ഉള്ളൂ. അതിന്റെ പൂർത്തീകരണം, അതിന്റെ സംഭവങ്ങളും പണികളും നടന്നത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ SP ഓഫീസുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പുലമൺ തോടുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ. കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് എന്നും ഒരു പ്രശ്നം തന്നെയാണ്. അതിന് ബദൽ സംവിധാനങ്ങൾ എന്നേ നമ്മൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ സംവിധാനത്തിൽ വളരെ നമ്മൾ എടുത്തിട്ടുള്ള ഒന്നായിരുന്നു മേൽപ്പാലങ്ങൾ, ആ റിംഗ് റോഡുകൾ. ഇതൊന്നും പൂർത്തീകരിക്കാനോ, അത് യഥാർത്ഥത്തിൽ ഇതിന് തൊട്ടു മുമ്പുള്ള പിണറായി ഗവൺമെന്റിൽ ഐഷ പോറ്റി ഇരിക്കുമ്പോഴും ആ പണികൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കൊട്ടാരക്കര മാർക്കറ്റുമായി ബന്ധപ്പെട്ട് എന്നോട് ഞാനിപ്പോൾ ആ ഒരു വികസന പരിപാടിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നിന്ന എൻ്റെ ഷിജു, വളരെ വലിയ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. അതൊരു സംവാദം തന്നെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാൻ നമ്മൾ തയ്യാറാണ്. ഐഷ പോറ്റി തുടങ്ങി വെച്ചതും ഐഷ പോറ്റിയെ പ്രത്യേകം ഒരു കെയർ ഉമ്മൻചാണ്ടി കൊടുത്തിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരത് സ്മരിച്ചതാണോ ഉമ്മൻചാണ്ടി സാറിന്റെ, അല്ലാതെ ഐഷ പോറ്റി കോൺഗ്രസിൽ വരാൻ വേണ്ടിയൊന്നും അല്ല അന്ന് എവിടെ വന്നത്, നമ്മുടെ ആശ്രയയിൽ വന്നത്. ഉമ്മൻചാണ്ടി അനുസ്മരണം അവിടെ നടത്തിയപ്പോൾ ഉമ്മൻചാണ്ടി അവർക്ക് ചെയ്തു കൊടുത്ത ആ ഉപകാര സ്മരണയുമായാണ് അവർ വന്നത്. ആ സ്മരണയുടെ അടിസ്ഥാനത്തിൽ അവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ജാഥ പോകുമ്പോൾ അവർ ആദ്യോടന്ത്യം അവിടെ നിന്നതും ആ വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഇരിക്കുമ്പം കൊട്ടാരക്കരയ്ക്ക് സംഭാവനകളില്ലെന്ന് പറയുന്നത് തള്ളിക്കളയുക ചെയ്യുന്നത്. കോൺഗ്രസ്സുകാർ സ്വീകരിച്ചിട്ടല്ല ഐഷ പോറ്റി വന്നത്. കോൺഗ്രസ് ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ എൻ്റെ ഒരു വീഡിയോ, ഞാനും എൻ്റെ കുടുംബവും ചെന്നിരുന്ന് അവരോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാർ മീഡിയ വിഷനകത്ത് ഞാൻ കണ്ടു, നിങ്ങളൊക്കെ കണ്ടു. അതോടൊപ്പം തന്നെ പലരും മനോരമ, ഏഷ്യാനെറ്റ് ഒത്തിരി പേർ വിളിച്ചു. പക്ഷേ എൻ്റെ ഒരു ചാനലിൽ അവർ പറഞ്ഞ വാക്കുകൾ, ഞാൻ ചാനൽ മീൻസ് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ പറഞ്ഞ ചോദ്യങ്ങൾ, മറുപടികൾ വളരെയേറെ ചർച്ചാമായിട്ടുണ്ട് എന്നെനിക്കറിയാം. പല ആൾക്കാരും അത് കണ്ടിട്ട് പലരും, ഞാൻ തന്നെ രമേശ് ചെന്നിത്തലയുമായിട്ടൊക്കെ ഇത് കണ്ട് സംസാരിച്ചിട്ടുണ്ട്, പല നേതാക്കന്മാരോട് സംസാരിച്ചു. പക്ഷേ അവർ വരുന്നതിന് കാരണമായി മാറേണ്ടത് എപ്പോഴും കൊട്ടാരക്കരയിലെ കോൺഗ്രസിന്റെ തലമുതിർന്ന വ്യക്തി, അല്ലെങ്കിൽ കൊട്ടാരക്കരയിലെ കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പൊ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിലാണ്. കൊടിക്കുന്നിൽ സുരേഷ് വളരെയേറെ നേതാക്കന്മാരുമായി ചിന്തിച്ച് സംസാരിച്ച് ഒരു തീരുമാനമെടുത്തു ഐഷ പോറ്റിയെ തിരിച്ചു വിളിക്കാൻ. ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി കോൺഗ്രസിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ രാഷ്ട്രീയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പഠിച്ച് വളർന്നു വന്ന ആളുകൾ ആവശ്യം പോലെ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥിയിലേക്ക് വരാനുള്ളത്. ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അതില് എനിക്ക് തോന്നുന്നു നെൽസൺ സഹിതം ഞാൻ പറയുന്നത് നമുക്ക് കഴിവില്ല എന്നോ, വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയപരമായും ഒക്കെ വളരെ വ്യക്തമായ രീതിയിലുള്ള, നിയമപരമായും എല്ലാ രീതിയിലും കോൺഗ്രസ് പാർട്ടിയിൽ 32 വർഷമായിട്ട് സജീവമായി നിൽക്കുന്നവരല്ലേ ഞങ്ങൾ.
അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തിൽ വരാൻ പറ്റുന്നവർ കൊട്ടാരക്കരയിൽ കാലിബർ ഉള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരും ഉണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ അംഗീകരിച്ചു. പക്ഷേ നമ്മൾ ഐഷ പോറ്റിയെ വിളിക്കുന്നത് അവർക്ക് ലഭിച്ച അവഗണനയുടെ അടിസ്ഥാനത്തിലൂടെയാണ്. നമ്മൾ ചില സന്ദേശങ്ങൾ രാഷ്ട്രീയത്തിൽ കൊടുക്കേണ്ടത്. അവർ 2 വർഷമായി പാർട്ടിയുടെ അംഗത്വം പോലും പുതുക്കാതെ നിൽക്കുന്നവരാണ്. അവർ ഒരു നീണ്ട തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അവർ കോൺഗ്രസിലേക്ക് ഞങ്ങൾ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ കൊടിക്കുന്ന് സുരേഷ് വിളിക്കുമ്പോൾ വരാനുള്ള വലിയ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് അവർ നിൽക്കുകയായിരുന്നു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ല, അന്നേരം ഞാൻ വീണ്ടും ചോദിക്കുന്നത് അതല്ല, അന്നേരം വെളിയിൽ നിന്ന് വന്ന ഒരാൾക്ക്, വെളിയിലല്ലല്ലോ അവര്, ഒരു കൊട്ടാരക്കരയ്ക്കുള്ളിലുള്ളതാണ്. പാർട്ടിയുടെ കാര്യമാണ് ഞാൻ ചോദിക്കുമോ? പറയൂ. പാർട്ടിയുടെ കാര്യത്തിൽ ഇപ്പം ഒരു ഉദാഹരണമുണ്ട്, മണ്ണും ചാരി നിൽക്കുന്നവൻ പെണ്ണും കൊണ്ട് പോയെന്ന് പറയുന്നത് പോലെ ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചവർ പലരും ഉണ്ട്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം സിമ്പിളായി ചോദിക്കുക. ബാലഗോപാൽ കൊട്ടാരക്കരക്കാരനല്ല. ബാലഗോപാൽ കൊട്ടാരക്കരയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ്. ചെറിയ കാലം, എന്നാൽ എന്റെ കുട്ടിക്കാലം മുതൽ ആ പാർട്ടിക്കകത്ത് നിന്നോട്ട് രാഷ്ട്രീയം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന കാര്യം. അതാണല്ലോ മോദി നമ്മളെ തെളിയിച്ചത്. നമ്മൾ പറയുന്നത് ആശയത്തിന്റെ പേരിലാണ്. ഒരു സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, ഒരു സെക്കുലർ കൺസെപ്റ്റ് ഉള്ള ഒരു പാർട്ടി, ഒരു റിപ്പബ്ലിക്കൻ ആശയമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പൊളിറ്റിക്സ് ആണ് എൻ്റെ മാസ്റ്റർ ഡിഗ്രി അതിന് മേലോട്ടും ഒക്കെ പഠിച്ചിട്ടുള്ളത്. മാനേജ്മെന്റ് പോലെ ഞാൻ എടുത്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐഡിയോളജി, ഇന്ത്യയുടെ വാട്ട് ഈസ് ദ ഐഡിയോളജി ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദ ഐഡിയോളജി ഓഫ് കോൺഗ്രസ് പാർട്ടി. ഡെമോക്രസി, സോഷ്യലിസം, ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് സെക്കുലാരിസം എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഐഡിയോളജി. ഇന്ത്യയെ നാനാത്വത്തിൽ ഏകത്വം എന്ന കൺസെപ്റ്റ് അത് കൊണ്ടുവരാൻ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്, ഇങ്ങനെയൊക്കെയുള്ള ശക്തമായ ഒരു ചർച്ചകൾ നമ്മുടെ ചാനലുകളിൽ വരേണ്ടതാണ്. ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ആവശ്യകത എന്തായിരുന്നു, കോൺഗ്രസ് ചെയ്തത് എന്താണ് എന്നൊക്കെയും, അതോടൊപ്പം തന്നെ വരും കാലഘട്ടത്തെ പറ്റിയുള്ള സ്വപ്നങ്ങൾ എന്താണ് എന്നൊക്കെ ഒരു ചർച്ച തന്നെ ആവശ്യമായ കാര്യമാണ്. പിന്നെ ഐഷ പോറ്റി ഈ പാർട്ടിയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ പാർട്ടി ഇപ്രാവശ്യം കോൺഗ്രസ് കൊട്ടാരക്കരയിൽ ജയിക്കാവുന്ന സാഹചര്യം തന്നെയാണ്. അത് ബാലഗോപാൽ ഒരു വലിയ പടുവൃക്ഷമായി എന്നുള്ളത് കൊണ്ടൊന്നും അതിൻ്റെ തണലിൽ ചേക്കേറുന്ന കുറച്ച് ആൾക്കാർ അവർക്ക് കാണും. പക്ഷേ അതിനകത്തുനിന്ന് പറന്നു പോകാൻ വെമ്പൽ കൊള്ളുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വലിയൊരു അതിൻ്റെ കാതലായ ഒരാൾ പുറത്തേക്ക് വന്നപ്പം അവരെ സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായത് അത് രാഷ്ട്രീയ മര്യാദയും, അതോടൊപ്പം തന്നെ ആരെയും കോൺഗ്രസ് പാർട്ടി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ വെയിലത്ത് നിർത്തത്തില്ല എന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കോൺഗ്രസ് പാർട്ടി ആരെ മത്സരിപ്പിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടേതാണ്. അത് പാർട്ടി, ഒരു കാര്യവും ഞാൻ പറയുന്നുണ്ട്, ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ പാർട്ടി ഉപയോഗിക്കുക തന്നെ വേണം. കാരണം ഞങ്ങളൊക്കെ ഇതേന്നും പറഞ്ഞു നിൽക്കുന്നവരാണ്. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഉറപ്പായും ഞങ്ങളുടെ കൂട്ടുള്ളവരെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കണം, രാഷ്ട്രീയപരമായി വളർത്തിക്കൊണ്ടുവരണം. പ്രതിരോധിക്കാനും പ്രതികരിക്കാനും കഴിവുള്ളവർ രാഷ്ട്രീയപരമായി വളർന്നു വരണം. കാരണം ഈ വർഷത്തെ ചാൻസ് ഒക്കെ പോവില്ലയോ? അതല്ല, ഇത് നമ്മൾ ഈ പറയുന്ന MLA ആയില്ലേലും വേറെ എത്രയോ തലങ്ങളുണ്ട്. ആ തലങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള മനസ്സ് അവരുണ്ട്. തഴയപ്പെട്ടു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. തഴയപ്പെട്ടു പോകുന്നതിനെ ഇതേ ശബ്ദത്തിലല്ല, ഇതിന്റെ 100 മടങ്ങ് ശബ്ദത്തിൽ ചോദ്യം ചെയ്യാൻ പറ്റുന്ന തലങ്ങളിലേക്ക് യുവാക്കളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആവശ്യം 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന് ശക്തി ക്ഷയിച്ച നമ്മുടെ അവസ്ഥ മാറണം എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് സ്ഥാനാർത്ഥി നിന്നാലും നമ്മൾ കോൺഗ്രസിനെ വിജയിപ്പിക്കുക. ഈ ഫാസിസ്റ്റ് ആയിട്ടുള്ള, വളരെ മുരുടായിട്ടുള്ള, കടക്കുപുറത്തുനിന്നുള്ള ധിക്കാര ശബ്ദം ഇനി കേരളത്തിൽ കേൾക്കാൻ പാടില്ല. ജനാധിപത്യത്തിന്റെ ശബ്ദം വരണം. അതിന് കോൺഗ്രസ് വന്നേ പറ്റൂ. ഇതെന്റെ അഭിപ്രായമല്ല. കടക്കുപുറത്ത് എന്ന് കേരള ജനത പിണറായി വിജയൻ ഗവൺമെന്റിനോട് പറയാൻ പോവാ. അതിനുള്ള വിധിയെഴുത്ത ഇതിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല, തീവ്ര വലതുപക്ഷം, BJP, അതോടൊപ്പം തന്നെ CPM, സദാ സഹാക്കൾ, സുഖഭോഗങ്ങൾ മാത്രം ആസ്വദിച്ച് ജീവിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ആൾക്കാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അതിന്റെ താഴേക്കിടയിലുള്ള, ചിലപ്പോൾ ഉപരിവിപ്ലവത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരും ആവാം. അവരൊക്കെ ചിലപ്പം ഇപ്രാവശ്യം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കും. അതിൻ്റെ വ്യക്തമായ ഒരു ധാരണ എൻ്റെ മനസ്സ് പറയുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നുള്ളത്. പാർട്ടിയിൽ ഒരു ഉയർന്ന ശബ്ദമാണ് ശ്രീമാൻ കൊടിക്കുന്ന് സുരേഷ്. യെസ്, ഉറപ്പായിട്ടും. നാളെ മറ്റൊരാൾ, അതായത് ഐഷ പോറ്റി എന്ന് പറയുന്ന
ഒരു വ്യക്തി ഉയർന്നു വരുമ്പോൾ കോൺഗ്രസിന് അതൊരു ഭീഷണിയാവത്തില്ലേ? അതായത് കൊട്ടാരക്കരയിൽ അതൊരു ഭീഷണിയാവത്തില്ലേ? കോൺഗ്രസിന് ഭീഷണിയാവില്ല, കാരണം ഐഷാപോറ്റി കോൺഗ്രസിൽ തന്നെയാണ്. അതെ. കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ചോദ്യം അത് തന്നെ. ഓക്കെ, ആയിക്കോട്ടെ. കൊടിക്കുന്നിൽ സുരേഷിന് ഇതൊരു ഭീഷണിയല്ല. കാരണം ലോക്സഭാ മണ്ഡലത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ലീഡ് ചെയ്യാതിരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അല്ല, ഒരു കൊടിക്കുന്നിൽ സുരേഷിന് ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ കൊടിക്കുന്നിൽ സുരേഷ് ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ല, ഒരു അതുകൊണ്ട് പിന്നെ ചോദ്യം ചോദിച്ചോട്ടെ, ഒരു സ്ഥലത്ത് ഇപ്പം ഒരു കാട്ടിലൊരു സിംഹം മതി എന്നൊക്കെ പറയുന്നതിനോട്ട് ഒരു തല മുന്തിയ ഒരാൾ കാണും തീർച്ചയായിട്ടും. അതിന് ഈ ഒരു സംഭവം വരുമ്പം ജനങ്ങൾ ആശ്രയിക്കാൻ ഒരു നേതാക്കന്മാരുടെ അടുത്ത് ചെല്ലും പല കാര്യങ്ങൾക്കും. അവിടെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലേ എന്നാണ് എന്റെ ചോദ്യം. കാട്ടിലെ സിംഹം എക്കാലത്തും കാട്ടിലെ സിംഹം എന്ന് പറഞ്ഞ സിംഹമാണ്. ആ ഗണം അവിടെ ഉണ്ട്, മനസ്സിലായോ? ഒരാൾ മരണപ്പെട്ടു പോയാലും അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പശ്ചാത്തലമായാലും അവിടെ സിംഹങ്ങളാണുള്ളത്, സിംഹമല്ല. കാട്ടി ഒരു സിംഹം കാണുക, അത് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോ ഇവിടെ നോക്കുമ്പോൾ എല്ലായിടത്തും സിംഹങ്ങളാണ്, മനസ്സിലായോ? കാട്ടിൽ സിംഹങ്ങളുണ്ട്, പക്ഷേ അതിൽ ഒരു തലതൊട്ടപ്പം കാണും എന്നുള്ളത്. അത്തരത്തിൽ മാത്രം കൊടിക്കുന്നിൽ സുരേഷ് ഐഷാപോറ്റി വന്നു, MLA ആയാലും മന്ത്രി ആയാലും ഒക്കെ കൊടിക്കുന്നിൽ സുരേഷിന്റെ വ്യക്തിപ്രഭാവമോ കൊടിക്കുന്നിൽ സുരേഷിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാന്യതയ്ക്കോ ഒരു കുറവ് വരില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇവിടുത്തെ നേതാവല്ല. അദ്ദേഹം കൊട്ടാരക്കരയുടെ നേതാവ് മാത്രമല്ല, കേരളത്തിന്റെ നേതാവാണ്, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ നേതാവാണ്. ജയിക്കുന്നവരെല്ലാം ഇപ്പം കേരളത്തിന്റെ തന്നെ MLA ആയിരിക്കും, അത് സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കുന്നത് അതല്ല, ഇപ്പോഴും ചോദിക്കുന്നത് നാളെ ഇതിനൊരു മാറ്റം വരത്തില്ലേ? ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. കാരണം ബാലഗോപാൽ വന്നപ്പോൾ അവരുടെ പാർട്ടിയിലുള്ള ശക്തികൾ പലതും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പറയാൻ വേണ്ടി ഒന്നുമില്ല. അങ്ങനെ തട്ടില്ല. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഐഷാപോറ്റി വരുമ്പോൾ ഇപ്പോ MP യുടെ അഭാവമുണ്ട്. ഒരു കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെ 7 മണ്ഡലങ്ങളിൽ ഓടി നടക്കേണ്ട ഒരു വ്യക്തിക്ക് ഇവിടുത്തെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം വലിയൊരു പ്രതിസന്ധി ചില സമയത്തൊക്കെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ടാവാം. അതിനോടൊരു അയവ് ഐഷാപോറ്റി വരുമ്പോൾ കൃത്യമായ ഒരു സേവനോടെ കിട്ടുന്നു എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഒരു കാരണവശാലും അതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. താങ്ക് യു.